Praise the Lord. ആമേൻ. ഒരു അനുഗ്രഹീത ആരാധനാ ദിവസം കൂടെ കർത്താവ് നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Thank God for giving us another blessed day. ആമേൻ. സ്തോത്രം. സഹോദരങ്ങളോട് ചേർന്ന് ഈ മാസത്തിന്റെ അവസാന സൺഡേ കർത്താവിനെ ആരാധിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. The Lord enabled us to worship Him along with our brethren. ഇമ്മാനുവേലായി നമ്മോട് കൂടിയിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Thank God for being Emmanuel with us. മാറാത്ത വാഗ്ദത്തമുള്ളത് നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തം മാത്രമാണ്. He has given us a promise that won't go away. ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് നോക്കി നാം നമ്മുടെ ആമേൻ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, When you look at His face and you go through your faith journey, അതത് സമയങ്ങളിൽ ആവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും തീർച്ചയായും ദൈവം തരും. കാരണം അവൻ വിശ്വസ്തനായ ദൈവം. because He's a faithful God, He'll bestow His blessings at the right times. ആമേൻ. ഹല്ലേലൂയ. ദൈവം നൽകിയതിലൊക്കെ നമുക്ക് നന്ദി. We should be thankful in what He gave us. Should be contented in His presence. Praise the Lord. Amen. പലപ്പോഴും ദൈവസന്നിധി നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ, We're like kids most of the time. ശാഠ്യമുള്ള കുഞ്ഞുങ്ങളെ പോലെ. We're with kids who have tantrums. ചിലതൊക്കെ നമുക്ക് ഫേവറബിൾ ആയി വരാതെ വരുമ്പോൾ, when things are not favorable for us, നമ്മുടെ മുഖം വല്ലാണ്ട് വാടിപ്പോകും. our face will be downcast. വാടിയ മുഖം ദൈവസന്നിധിയിൽ കാണിക്കുവാൻ പാടില്ല. A downcast face should not be in the presence of God. വരെ കൊണ്ടുവന്ന ദൈവം, if He has brought you thus far, യവനേസറായവൻ, as Ebenezer, ആമേൻ, വീണ്ടും യഹോവ ജൈരെ തന്നെ. He is still Jehovah Jireh for you. യഹോവ നിസിയായി കൂടിയിരിക്കുന്ന He is a ദൈവം. God who is Jehovah Nissi with തന്റെ us. ജനം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ അവൻ He will സമ്മതിക്കുകയില്ല. not allow our face to be downcast. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. Prayerfully, let's be in His ദൈവത്തിന്റെ presence. വചനം നമ്മുടെ ആത്മാവിന് ആവശ്യമാണ്. Our spirit needs this word of God. അകത്തെ മനുഷ്യന് Our ആവശ്യമാണ്. inner man needs it. ആമേൻ. അകത്തെ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആമേൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ ആവശ്യമാണ്. This milk is needed for our Amen. inner man's growth. ആയതുകൊണ്ടാണ് വചനം സംസാരിപ്പാനിടയായി That is തീർന്നത്. why we preach the word of God. ആമേൻ. പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിപ്പാനിടയാകും. Spirit of God will talk to people who want it and who are prayerful. ഏത് മെസ്സേജിലും ഒരു കാര്യമെങ്കിലും ആമേൻ നമ്മോട് സംസാരിക്കാതെ വരികയില്ല. There will be something in every message for us. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, If we're interested in it, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, if we want it, നമുക്ക് if സമർപ്പണമുണ്ടെങ്കിൽ, we have a submission for ആമേൻ, that, അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കാം എന്നൊരു തീരുമാനം. if you decide to live according to it further, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യുകയില്ല. God will not press anyone to do anything. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ സ്വീകരിച്ചാൽ മാത്രമേ ഉള്ളിൽ വരത്തുള്ളൂ. He'll only come inside of you if you accept Him. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവിനെ ബഹുമാനിക്കുകയും ദൈവത്തിന്റെ ആത്മാവിന് ആമേൻ ഹല്ലേലൂയ അവസരം കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കൂ. Spirit of the Lord comes into you, or He'll work only if you respect Him and give Him some room. ആമേൻ. അല്ല എങ്കിൽ നാം പ്രാപിക്കുന്നതൊക്കെ ജനറൽ ആയിട്ടുള്ള ഗ്രേസിൽ പെട്ടതാണ്. If not, everything we get is just from general grace. അതിനായിട്ടല്ല വിളിച്ചു You're വേർതിരിച്ചിരിക്കുന്നത്. not being called and separated for ആമേൻ that. ഹല്ലേലൂയ. നമുക്കൊരു സ്പെഷ്യൽ കോളിംഗ് We ആണ്. have a calling. നമുക്കൊരു സ്പെഷ്യൽ ഗ്രേസ് We have a ആണ്. special grace. നാം മക്കളാണ്. We're His children. നാം മക്കളാണ്. We're His children. നാം പ്രിയ We're His മക്കളാണ്. dear children. ദൈവത്തിന്റെ പ്രിയ We're മക്കളാണ്. God's dear children. അത്യുന്നതനായവന്റെ പ്രിയ മക്കളാണ്. We're dear children of the God ആമേൻ. Most തന്റെ High. മക്കൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം There's ഇന്ന് a God who പകൽക്കാലം നമ്മുടെ will മധ്യേ rise ഉണ്ട്. up for His dear ആമേൻ. children. തന്റെ Hallelujah. മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം There's നമ്മോട് a കൂടെയുണ്ട്. God with us who's going to work ആമേൻ. for His നാം children. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവമുഖത്തേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ, When you pray and look at His ആമേൻ face ഹല്ലേലൂയ, here, നാം ഭാരപ്പെട്ടു പോയ ചില മണ്ഡലങ്ങളിൽ ദൈവാത്മ Hallelujah. പ്രവൃത്തി in നടന്നുകൊണ്ടിരിക്കുകയാണ്. realms where you have been burdened, ആമേൻ. God is working. ചില പ്രതിക്രിയകൾ അവൻ ചെയ്യുവാൻ He's going to പോവുകയാണ്. do something for ആമേൻ. ചില us. പ്രതിക്രിയകൾ കണ്ട് നാം സന്തോഷിപ്പാൻ We're going to see പോവുകയാണ്. His work. ആമേൻ ഹല്ലേലൂയ. റിബല്യസ് ആയിട്ടൊരു മനസ്സ് നമുക്ക് ഉണ്ടാകാതിരുന്നാൽ We മതി. should not have a heart of rebellion. Praise the Lord. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ Let's turn our attention to. Praise the Lord. Amen. ആമേൻ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ആമേൻ അതിന്റെ 52-ാമത്തെ വാക്യത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ ഒന്ന് കൊണ്ടുവരാം. John 4:52. ആമേൻ. യാ. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറിയെന്ന് പറഞ്ഞു. ഭേദം വന്ന നാഴിക. The hour when he began to get better. ആമേൻ ഹല്ലേലൂയ. ഭേദം വരുത്തുന്നവനുണ്ടെങ്കിൽ, If there's a God who's going to make it ആമേൻ, better, സകലത്തിന്റെ മേലും അവൻ അധികാരം. He has authority over everything. ആമേൻ. സകല വിഷയങ്ങൾക്കും ഒരു ഭേദമുണ്ട്. Everything is going to get ആമേൻ better. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിനെ കാണുവാൻ കഴിയും. We can see a government official here. ആമേൻ ഹല്ലേലൂയ. അദ്ദേഹത്തിനൊരു വിഷയമുണ്ടായിരുന്നു. One
he had an issue. ആമേൻ. ആ വിഷയവുമായി യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാനിടയായി. He comes to Jesus with that problem. ആമേൻ. ഹല്ലേലൂയ. അദ്ദേഹം വിചാരിച്ചത് യേശു വരും, യേശു വന്ന് തന്റെ മകനെ തൊടുമെന്നൊക്കെയാ. He thought Jesus would come and touch his ആമേൻ. son. അവന്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുമെന്നൊക്കെയാ. He thought Jesus would raise him by his hand. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ചെയ്തതുപോലെ ചെയ്യുമെന്ന്. Things that prophets in the ആമേൻ. Old Testament did, പുരോഹിതന്മാർ ചെയ്തതുപോലെ like how ചെയ്യുമെന്നാണ്. priests did, ആമേൻ. ഹല്ലേലൂയ. പ്രവാചകന്മാർ ചെയ്തതുപോലെ like ചെയ്യുമെന്നാണ്. how prophets did. ആമേ. പാരമ്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ You യേശു. don't have a God who will work according to അത് tradition. ഈവൻ പെന്തക്കോസ്ത് പാരമ്പര്യം അനുസരിച്ചും പ്രവർത്തിക്കുന്ന He ആളല്ല will not യേശു. even work with the tradition of ആമേൻ. Pentecost. എന്നാൽ യേശു പ്രവർത്തിക്കുന്നത് ഇതിനനുസരിച്ചാണ്. Jesus will work according to ആമേൻ. this word കാരണം of God. യേശുവാണ് വചനം. Because he is the ആമേൻ. word of God. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന വചനമാണ് ആമേൻ നസ്രയനായ യേശു എന്ന് The word of പറയുന്നത്. God that came down from heaven to ആമേൻ. man is ഹല്ലേലൂയ. Jesus the Nazarene. അവന്റെ പ്രവൃത്തിയുടെ മെത്തേഡുകൾ ആർക്കും ആമേൻ ഹല്ലേലൂയ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത നിലകളിലാണ്. You can fathom his ആമേൻ ways of ഹല്ലേലൂയ. works. ആമേൻ. ഒരു വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുന്ന ദൈവപൈതലേ, Dear child of God who's ആമേൻ troubled, ഹല്ലേലൂയ, നിന്റെ വിഷയത്തിന്റെ മറുപടി എല്ലാവരോടും കൂടെ ഇരിക്കുമ്പോഴല്ല. your answer is not when ആമേൻ everyone's ഹല്ലേലൂയ. together. ഒരുപക്ഷെ നീ മുഴങ്കാലും മടക്കി തേങ്ങി തേങ്ങി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴല്ല. Not probably when you're ആമേൻ on your ഹല്ലേലൂയ. knees ആമേൻ. and crying. ഒരുപക്ഷെ നീ ഒരു പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുമ്പോഴല്ല. Not probably when you're attending a prayer meeting. കാഷ്വലായി നീ നടന്നു പോകുമ്പോൾ ഉള്ളിൽ സ്തോത്രം പറയുമ്പോൾ അവന്റെ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ നീ പോലും പ്രതീക്ഷിക്കാത്ത നിലയിൽ അവന്റെ ഒരു പ്രതിക്രിയ നടന്നിട്ട് ആ വിഷയത്തിന്റെ മേലൊരു പരിഹാരം It ഉണ്ടാകുവാനിടയാകും. can even happen when you're walking casually, thanking him. His spirit will come and work in your heart, and he'll work യേശു for that issue of trouble that പ്രവർത്തിക്കുന്ന you have. ദൈവമാണ്. He's a God who അവൻ works. നിരുത്സാഹപ്പെട്ടു പോകാതെ. Don't be discouraged. നിരുത്സാഹപ്പെടുക എന്ന് പറഞ്ഞാൽ സംശയിക്കാൻ തന്നെയാണ് അർത്ഥം. Discouragement is you're doubting. ആമേൻ ഹല്ലേലൂയ. സംശയിക്കാതെ You need to വിശ്വസിക്കുമെങ്കിൽ, believe without doubting. ആമേൻ സംശയിക്കാതെ ഏറ്റെടുക്കുമെങ്കിൽ, If you accept it ആമേൻ without doubt, ചോദ്യം ചെയ്യാതെ ഹല്ലേലൂയ ആലിംഗനം if ചെയ്യുമെങ്കിൽ, you can embrace it without ആമേൻ questioning, ഹല്ലേലൂയ അവന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി His തീരും. work will be revealed നിന്റെ in your lives. ചിന്തകൾക്കനുസരിച്ചല്ല, Not according to your നിന്റെ thoughts, ബുദ്ധിക്കനുസരിച്ചല്ല, not according to your നിന്റെ mind, പദ്ധതിക്കനുസരിച്ചല്ല, not according to your plans, നിന്റെ not വഴിക്കനുസരിച്ചല്ല. according to your ways. Praise the Lord. Hallelujah. ഇന്നാളുകളിൽ ഏറ്റവും അധികം അന്ധവിശ്വാസം കൂടി വരുന്നത് പെന്തിക്കോസുകാരുടെ ഇടയ്ക്കാണ്. The most ബ്ലൈൻഡ് ബിലീഫ്. blind beliefs are happening among Pentecostals. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ദൈവത്തെങ്കിൽ നടന്നു പോയത്. I don't know why, but it's probably they're away from the Lord. ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് അന്ധവിശ്വാസം ഉണ്ടാകത്തില്ല. People who walk with God don't have these kind of beliefs. Praise the Lord. Amen. ആമേൻ. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ തന്റെ വിഷയവുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനിടയായി. Here we can see a man going to the ആമേൻ Lord. ഹല്ലേലൂയ. ആ വിഷയത്തിന്റെ മേൽ അവൻ എക്സ്പെക്ട് ചെയ്ത യേശുവിന്റെ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. He expected a certain work from Jesus for ആമേൻ. this എന്നാൽ trouble. അതിന് വിപരീതമായിട്ടാണ് ഇത് സംഭവിപ്പാനിടയായത്. But opposite of that happened. ആമേൻ. എങ്കിലും അവൻ യേശു പറഞ്ഞത് But ഏറ്റെടുക്കുവാനിടയായി. he received and accepted what Jesus യേശു said. പറഞ്ഞത് വിശ്വസിപ്പാനിടയായി. Jesus told him he ഇന്ന് യേശു believed. സംസാരിക്കുന്നുണ്ടോ? Today is Jesus speaking? പ്രവാചകനിലൂടെയാണ് സംസാരിക്കുക. Maybe through prophets. പ്രവാചകയിലൂടെയാണ് സംസാരിക്കുക. Maybe through prophetesses. ആരോടാണ് ഈ പ്രവാചകനിലും പ്രവാചകയിലൂടെ സംസാരിക്കുന്നത് അറിയാമോ? You know who he's talking to through these prophets? Praise the Lord. Praise the Lord. Amen. പ്രിയ മക്കളല്ലാത്തവരോട്. People who are not his dear children. ഞാൻ പറയുന്ന പല കാര്യത്തിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടാകുന്ന എനിക്കറിയാം. I know you're not in line with what I say for a lot of things. ദൈവം തന്റെ അഭിഷിക്തന്മാരെ അയക്കുവാനിടയായി. God will send his servants. ആമേൻ. ആലോചന ചോദിച്ചാൽ അവരിലൂടെ ആലോചന പറഞ്ഞു തരും. If you ask him counsel, they'll give you ഇല്ലെങ്കിൽ counsel. ആമേൻ ദാവീദിന്റെ അടുക്കൽ അയച്ചതുപോലെ കറക്റ്റ് ചെയ്യുവാനായിട്ട് അയക്കും. If not, like how it was sent to David, he'll send someone ഇതൊന്നുമല്ലാതെ to correct you. വചനത്തിന് വിപരീതമായി വാലല്ല തലയാക്കുമെന്ന് പറയുന്നത് ആമേൻ ഈ കാലഘട്ടത്തിലെ പൈശാചിക വഞ്ചനയാണ്. But something that says not tail by head is according to Praise the Lord. deceit. ആമേൻ. Decisiveness of the യേശുവിന്റെ devil. അടുക്കലേക്ക് മനുഷ്യൻ വരുവാനിടയായി. This man comes ആമേൻ closer to ഹല്ലേലൂയ. Jesus. അവൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല യേശു പ്രവർത്തിച്ചത്. Jesus didn't work the way he ആമേൻ expected. ഹല്ലേലൂയ. അതിനകത്ത് അവന് നിരാശ വന്നില്ല. He was not sad for നിരാശ that. വരാഞ്ഞതിന്റെ കാരണം The reason was ആമേൻ ജീസസ് ഈസ് ദ ലാസ്റ്റ് ആൻസർ. Jesus is the last answer for him. എന്റെ ബുദ്ധി കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ യേശുവിൽ ആശ്രയിക്കത്തില്ല. If with my mind I will not depend on എന്റെ Jesus. ശക്തി കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ യേശുവിന് ഇടം If it could കൊടുക്കത്തില്ല. happen with my power, I will not trust എന്റെ Jesus. ചിന്താഗതി കൊണ്ട് കഴിയുമെങ്കിൽ യേശുവിന് ലിമിറ്റ് ഞാൻ വെക്കുക തന്നെ I ചെയ്യും. will limit Jesus if it worked with my thoughts. എന്നാൽ എല്ലാം ട്രൈ ചെയ്തിട്ട് But after trying everything, എല്ലാം പരാജയമായി മാറിക്കഴിയുമ്പോൾ when everything is at a loss, ആമേൻ ഹല്ലേലൂയ. എല്ലാം വിഫലമായി when മാറിക്കഴിയുമ്പോൾ everything fails, കാര്യം
കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ when things doesn't happen, ആമേൻ ഹല്ലേലൂയ, അതിന്റെ പ്രതീക്ഷയുടെ അവസാന സമയത്തെത്തി കഴിയുമ്പോൾ when you're at the last end of your hope, ആമേൻ അവിടെയാണ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. that is where you look at the face of പല Jesus. വിഷയങ്ങൾ നമുക്കുണ്ട് കേട്ടോ. We have so many ആമേൻ troubles and പല problems. പ്രയാസങ്ങൾ ഉള്ളിലുണ്ട്. We have a lot of troubles in our നാളെ heart. എന്താകുമെന്ന് അറിയാത്ത കാര്യങ്ങളുണ്ട്. You know things that what will ആ happen വിഷയത്തിൽ tomorrow. നീ ഭാരപ്പെടുന്നുണ്ട്. You're troubled because എന്നാൽ of that. ഇതുവരെ നീ വേണ്ടതുപോലെ യേശുവിൽ But ആശ്രയിച്ചിട്ടില്ല. you ആ have not വിഷയത്തിൽ depended on Jesus the way യേശുവിൽ you have ആശ്രയിച്ചിട്ടില്ല to. എന്നല്ല, Not that you haven't depended. യേശുവിൽ ആശ്രയിക്കുന്ന ദൈവപൈതൽ തന്നെയാണ്. You are a child of God who depends on ദൈവമകനാണ്, Him. ദൈവമകളാണ്. You're a child of എന്നാൽ the Lord. ആ വിഷയത്തിൽ എങ്ങനെ യേശുവിൽ ആശ്രയിക്കണമോ But how you should depend for Amen. that particular problem, അതുപോലെ ആശ്രയിച്ചിട്ടില്ല. you have not exactly ഈ depended on Him മനുഷ്യൻ just like that. പ്രതീക്ഷിച്ചതുപോലെ അല്ല യേശു പ്രവർത്തിച്ചത്. Jesus didn't work according to what He expected, എങ്കിലും അത് അവൻ ഏറ്റെടുത്തുകൊണ്ട് മടങ്ങിപ്പോയി. but He still accepted it and went പിന്നെയും back. ഇങ്ങനെ പുറകെ നിന്നില്ലെന്ന്. He didn't stand behind Jesus after that. Praise the Lord. ചില കാര്യങ്ങൾ നടക്കുവാൻ നാം ഇങ്ങനെ പുറകെ നിൽക്കാറുണ്ട്. We are behind Jesus for some ആമേൻ. things to happen. ചിലരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാറുണ്ട്. We make people to recommend. Praise the Lord. Amen. ജോലി നാളുകളായി കിട്ടാത്ത ഒരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ When there was an opportunity for somebody who didn't have a work for a while, ഞങ്ങൾ അറിഞ്ഞ അതേ നിമിഷത്തിൽ രാത്രിയിൽ തന്നെ at the same time at night, ആമേഹലലിയ വിളിച്ചു പറഞ്ഞു. we called and told. ഉറങ്ങിയായിരുന്നു എന്ന് ചോദിച്ചില്ല, ജസ്റ്റ് കിടക്കാനായിട്ട് അങ്ങോട്ട് ആരംഭിക്കുന്നുള്ളൂ. He just said, I was about to sleep. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആമേഹലലിയ ആ വ്യക്തി അവിടുന്ന് മാറുകയാണ്, റെക്കമെൻഡും ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ട് ആമേ CV അയച്ചു തരിക. We told him that a person is leaving a post, so you can be recommended to that. അദ്ദേഹം പറഞ്ഞു Send us your CV. ഓക്കെ ആമേ ഹല്ലേലൂയ, ഞാൻ ആമേ പറയാൻ പറഞ്ഞിട്ട് നാളെ ആമേ ചെയ്യാമെന്ന് പറഞ്ഞു. He said, I'll let you know and I'll do it tomorrow. 3-4 ദിവസമായിട്ട് ഒരു മറുപടിയില്ല. 3-4 days, there's no അപ്പം answers. ഞാൻ ഒന്നുകൂടെ വിളിച്ചു. So I called him one more time. ആമേൻ, എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. I didn't have to call. നമ്മുടെ പ്രാർത്ഥന ആഗ്രഹം ഉണ്ടല്ലോ. Because our prayer and our desire. ഓരോരുത്തർക്കും ജോലി കിട്ടണം, ആമേൻ, അനുഗ്രഹിക്കപ്പെടണം, ദൈവനാമത്തിന് We മഹത്വമാകും. want everyone to get a job and be blessed and be a blessing for അതുകൊണ്ട് the Lord. വീണ്ടും ഒന്നുകൂടെ വിളിച്ചു. So I called him one more അപ്പൊ time. പറഞ്ഞ എന്നാന്നറിയാം, You know what he said? ഇതുവരെ സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. He said, nobody helped me yet till ഇതുവരെ ആരും now. റെക്കമെൻഡ് ചെയ്തില്ല. Nobody has recommended for ആമേൻ, me. ഈ അവസാന സമയത്താണോ റെക്കമെൻഡേഷൻ? This is the last time we recommended. അതുകൊണ്ട് ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. So we're looking at the face of the Lord. ആരുടെയും റെക്കമെൻഡേഷൻ കൂടാതെ Without anyone's ദൈവം recommendation. തരുന്നെങ്കിൽ മതി. If God gives, that's enough. Praise the Lord. How you will evaluate that sentences? Amen. പലരും പല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുമെന്ന് അറിയാം. A lot of people will evaluate in different ways. Praise the Lord. Amen. അവർ ദൈവഗീതം അറിയുന്നവരാണോ? Are they people who know the desire of the Lord? ദൈവമുഖത്തേക്ക് Do they നോക്കുന്നവരാണോ? look at the face of the Lord? Praise the Lord. Amen. ആമേൻ. ദൈവം അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യും. God will work for us. റെക്കമെൻഡേഷനിലൂടെയും തരും, റെക്കമെൻഡേഷൻ ഇല്ലാതെയും തരും. Maybe through recommendations or not. ദുബൈ ചർച്ചിൽ ചെന്ന സമയത്ത് ആമേൻ കുറെ നേഴ്സസ് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു. When I went to Dubai Church, there was a lot of nurses in our church. ഗവൺമെന്റ് ജോലിയിൽ ഉണ്ടായിരുന്ന ആരുമില്ല. But nobody in a government job. ആമേൻ ഹല്ലേലൂയ, ഒത്തിരി പ്രാർത്ഥിക്കുവാനിടയായി. I used to pray a lot. ആമേൻ. for ഒരു that. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഇൻചാർജിനെയും കുടുംബത്തെയും ദൈവം വിശ്വാസികളായി തന്നു. God gave us believers who were in charge of ആമേൻ. the government അവരുടെ hospital. കയ്യിൽ എത്ര ആപ്ലിക്കേഷൻ കൊടുത്തോ Whatever applications I അവർ gave, നോ പറയുവാനിടയായില്ല. she never said no to കാരണം that. അവിടെ ഗവൺമെന്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആമേൻ റെക്കമെൻഡേഷൻ കൂടാതെ കിട്ടത്തില്ല. You will never get a job there without a അല്ലെങ്കിൽ recommendation in the അതിന്റെ government position. ഏജൻസികളുണ്ട്, അവർക്ക് അന്നത്തെ സമയത്ത് 7, 8, 9, 10 ലക്ഷം രൂപ കൊടുത്താലേ Or കിട്ടും. there are agencies you have to pay them 10 lakh ആമേൻ. rupees. ഒരു ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴും ആ സഹോദരൻ നോ എന്ന് പറഞ്ഞില്ല. She never said no to any പാസ്റ്ററെ, application that I പ്രാർത്ഥിക്കുക, gave. ഞാനിത് പുട്ടപ്പ് ചെയ്യാം. She said, you pray, I'll ആമേൻ. get this. പ്രാർത്ഥിക്കുവാനിടയാ. I prayed. ആമേൻ. അവർക്ക് ഒരാളൊഴിച്ച് എല്ലാവർക്കും കിട്ടി. Except for one person, everybody else ആമേൻ. got jobs there. ഒരാൾക്ക് ആൾക്കും കിട്ടിയതാണ്. Even that person got the എന്നാൽ ആ job. സമയത്ത് 11 വർഷമായിട്ടുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കൊടുത്തു. But God answered somebody who was praying for ആമേൻ. 11 years. അതുകൊണ്ട് അവർക്ക് അവിടെ ജോയിൻ ചെയ്യാൻ So സാധിച്ചില്ല. they couldn't join. ആമേൻ. that post. കുഞ്ഞൊക്കെയായി പിന്നീട് അവർ ട്രൈ ചെയ്ത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, പക്ഷെ ആ പ്രാവശ്യം കിട്ടിയുമില്ല. They tried again without us knowing. Even then they didn't get it. പറഞ്ഞതിന്റെ കാരണം The reason I told them is റെക്കമെൻഡേഷനിലൂടെയും ദൈവത്തിന് തരാം, റെക്കമെൻഡേഷൻ ഇല്ലാതെയും God ദൈവത്തിന് can give a job through ആമേൻ. recommendation or ഹല്ലേലൂയ. not. ദൈവം തന്റെ മക്കളെ ഉപയോഗിക്കും. God will use His children. കൂട്ടുവിശ്വാസികളെ He'll ഉപയോഗിക്കും. use your fellow brothers. കുഞ്ഞുങ്ങളെ ഉപയോഗിക്കും. You'll use you. ആമേൻ. ഒരു കർത്തദാസൻ വീട് തേടി നടക്കുകയായിരുന്നു. A pastor was looking for a ആമേൻ. house. സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് ഒരു കുഞ്ഞൊരു ആമേൻ ഹല്ലേലൂയ ബോർഡ് കണ്ടു. When a kid came from school, he ആമേൻ. saw a board. To let. He said, ആമേൻ. to ആമേൻ. let. ആ പൈതൽ വന്ന് കർത്തദാസനോട് പറഞ്ഞു. That child told his ആമേൻ pastor. ഹല്ലേലൂയ. അവരവിടെ പോയി He ചോദിക്കുവാനിടയായി. went and asked him. ദൈവമക്കളെ കുറെ നാളുകളായിട്ട് അവരത് ആമേൻ ഹല്ലേലൂയ റെന്റിന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരിക്കുക. That was a place they wanted to rent out ആമേൻ for a ഹല്ലേലൂയ. long ഇവർ time, but not able to. പ്രതീക്ഷിച്ചതിനേക്കാൾ റെന്റ് കുറച്ച് കൊടുക്കുവാനിടയായി. But less than they expected, they ആമേൻ got the house for ഹല്ലേലൂയ. rent. ഒരു പൈതലല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ. They did not disregard it because of Praise child. the Lord. Amen. ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതികളുണ്ട്.
There are ways God works. ആമേൻ ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ച് അതിനോട് കോപ്പറേറ്റ് ചെയ്താൽ, If we prayerfully ആമേൻ cooperate with ഹല്ലേലൂയ. it. ഇനി നിങ്ങൾ മനുഷ്യരുടെ ആരുടെയും സഹായം സ്വീകരിക്കാത്തവരാണെങ്കിൽ, If you're people who don't accept any help from പൂർണ്ണമായിട്ട് anyone, ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ കാര്യങ്ങൾ if ചെയ്യുന്നവരാണെങ്കിൽ, you're people who completely depend on നല്ല God and do കാര്യം. things, good thing. ആമേൻ. പക്ഷേ പറമ്പിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് വേണം കഴിക്കാൻ. But you should be working in your own field. You should be. എല്ലാവരും ഒക്കെ കൃഷി ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് പോയി വാങ്ങിച്ച് You കഴിക്കരുത്. should not buy food from the market. Praise the Lord. Others toil that പറഞ്ഞു work for. മനസ്സിലായോ? You understood what I said? ദൈവത്തിന് പ്രവർത്തന പദ്ധതികളുണ്ട്. God has ways to work. ആമേൻ. അതെല്ലാം ഒരുപോലെയല്ല. It's not the same all the ആമേൻ. അത് time. വ്യത്യസ്തമാണ്. It is unique and അത് നീ different. മനസ്സിലാക്കണം. You need to understand അത് that. നീ വിശ്വസിച്ച് You have ഏറ്റെടുക്കണം. to believe and accept ആമേൻ. it. ആമേൻ. കർത്താവേ അരുളി ചെയ്യണമേ എന്ന് Lord, പറയുവാനിടയാകണം. amen. Speak to me. ആമേൻ. അങ്ങനെ പറയുമ്പോൾ When you say like ആമേൻ, that, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ God will do ചെയ്യുവാനിടയായി. miracles for us. ആമേൻ. ഇവിടെയും മനുഷ്യൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് കർത്താവ് ചെയ്യുവാനിടയായത്. Here God did something ആമേൻ. unique than ഹല്ലേലൂയ. what he കർത്താവിന്റെ expected. വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ, When he heard the word അവൻ of the അവന്റെ Lord, വാഗ്ദത്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, when he had his അവൻ promise, ഹല്ലേലൂയ മടങ്ങി വരികയാ. he comes back. അവൻ ആ വചനത്തെ പോണ്ടർ ചെയ്തുകൊണ്ടാണ് മടങ്ങി വരുന്നത്. He's pondering that word അവൻ ആ when he comes back. വാഗ്ദത്തത്തെ പോണ്ടർ ചെയ്തുകൊണ്ടാണ് മടങ്ങി വരുന്നത്. Pondering that promise. അവൻ അങ്ങനെ താൻ മടങ്ങി വരുമ്പോൾ, When he came back, അവൻ അവന് നിരാശയുണ്ടോ എന്ന് ചോദിച്ചാൽ, if you ask him if he's sad, അവന് സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ, if you ask him if he doubts, അവൻ നിരാശയോ സംശയമോ ഉണ്ടെങ്കിൽ, even though he has അവൻ them, കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്തത്തിൽ അവൻ ആശ്രയിക്കുകയില്ല. depending on the promise അവൻ ആ of the Lord, വാഗ്ദത്തം അവൻ ചൊല്ലിക്കൊണ്ട് വരികയില്ല. he will never speak that ആമേൻ. promise if he അപ്പോഴിത് comes അവന്റെ back. ബാല്യക്കാർ അവനെ വഴിയിൽ So എതിരേൽക്കുകയാണ്. his servants are coming across. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവർ അവനെ ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, When they greeted him, ആമേൻ, നാം അവിടെ വായിപ്പാനിടയായി തീർന്നത്, we read here, ആമേൻ ഹല്ലേലൂയ, 52 വാക്യത്തിൽ, verses 52. ആമേൻ ഹല്ലേലൂയ, അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന്, He's asking what hour they got ആമേൻ, better. അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി. They said to him, yesterday at the 7th hour the fever left him. Praise the Lord. Amen. വചനം പുറപ്പെട്ടപ്പോൾ തന്നെ, The moment the word was ആ അധരങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ തന്നെ, the moment his mouth was യേശുവിന്റെ open, അധരം നിന്റെ പൈതലിന് വേണ്ടി തുറക്കപ്പെട്ടപ്പോൾ തന്നെ, when Jesus spoke for ആമേൻ, your യേശുവിന്റെ child, വചനം നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ when തന്നെ, his word was released ആമേൻ for your ഹല്ലേലൂയ, നിന്റെ children, വിഷയത്തിന് there പരിഹാരമായിരിക്കുകയാ. was നിന്റെ an answer for your നിന്റെ problem. വിഷയത്തിന് മറുപടി There ആയിരിക്കുകയാ. is an answer for your issue. ആമേൻ. ഇനി നീ വേറൊരു മുഖത്തേക്ക് You നോക്കരുത്. don't have to look at another ഇനി നീ face. വേറൊരു മനുഷ്യനിൽ ആശ്രയിക്കരുത്. You don't have to, depend ആമേൻ. on ആ another വീട്ടുകാരോട് ആലോചന ചോദിപ്പാൻ നയിക്കരുത്. You don't have to ask ആമേൻ. counsel അവിടെ to ഒരു the household. പരീക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അവനോട് ആലോചന The ചോദിക്കരുത്. Pharisees here, you don't ആമേൻ. have to ഇനി ask അവിടെ ഒരു them പള്ളി counsel. പ്രമാണി വന്നിട്ടുണ്ടെങ്കിൽ അവനോട് ആലോചന You ചോദിക്കരുത്. don't need to ask ആമേൻ. counsel to anybody ഇനി ഒരു else. പ്രവാചകൻ അവിടെ ഉണ്ടെങ്കിലും അവനോട് നീ ആലോചന ചോദിക്കരുത്. Even if there's a prophet, you ആമേൻ. shouldn't ask ഹല്ലേലൂയ. him counsel. തിരുവായി നിനക്ക് വേണ്ടി തുറന്നിരിക്കുകയാ. The mouth of Jesus was ആമേൻ. open for you. തിരുശബ്ദം നിനക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാ. His voice was released ആമേൻ. ആ for you. ശബ്ദത്തിന് ശക്തിയുണ്ട്. There is a power for ആമേൻ. that അത് voice. പാറയെ തകർക്കുന്ന ചുറ്റുകയാ. Opens rocks. ആമേൻ. ഹല്ലേലൂയ. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാ. It gives birth to ആമേൻ. deers. അത് വനത്തെ തോലിരിക്കുന്നതാ. It will remove the ആമേൻ. skins നീ of the trees of the വിശ്വസിക്കുക. forest. You believe. നീ ഏറ്റെടുക്കുക. You accept it. നീ വിശ്വസിച്ചുറയ്ക്കുക. You accept it. നീ ഇനി ആടിപ്പോകരുത്. You shouldn't be നിന്റെ quavered. ഭാവിക്കെതിരെ പിശാച് ലക്ഷ്യം വെച്ചിട്ട് വർഷങ്ങളായി. Whatever devil has planned for your ആമേൻ. future has been ഹല്ലേലൂയ. എന്നാൽ years. ദൈവം ഇതുവരെ എന്നെ വിടുവിച്ചു നിർത്തി. But he's been delivering you all ആമേൻ. this while. ഇനിയെങ്കിലും നീ പൂർണ്ണമായി ആശ്രയിച്ചേ മതിയാകൂ. And as for now, you got to depend on him പൂർണ്ണമായി completely. വിശ്വസിച്ചേ മതിയാകൂ. You got to believe in him ഇന്ന് അവന്റെ entirely. വചനത്തിലൂടെയാണ് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുന്നത്. His voice is coming through his word today for you. Praise the Lord. Amen. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ ആ വചനം, The word of Jesus. ആമേൻ, ആ സമയത്ത് പുറപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, If it wouldn't have been gone out at that ആമേൻ, time, ഈ സമയത്തിനകം within this time, അല്ലെങ്കിൽ ഇന്നലെ 7 മണിക്ക് ശേഷം എപ്പോഴെങ്കിലും, but maybe after 7 ആമേൻ, o'clock yesterday, അതൊരു വിലാപ ഭവനമായി it മാറാമായി. would have been a house of mourning. Hallelujah. Praise the Lord. Amen. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? Did you hear what I ആമേൻ. said? യേശുവിന്റെ അടുക്കൽ വന്നില്ലായിരുന്നുവെങ്കിൽ, If he wouldn't have come to Jesus, യേശുവിന്റെ വചനം ആ തലമുറയ്ക്ക് വേണ്ടി if God's പുറപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, word wouldn't have been released ആമേൻ, for that യേശുവിന്റെ child, തിരുവായ തലമുറയ്ക്ക് വേണ്ടി if Jesus' mouth തുറന്നില്ലായിരുന്നുവെങ്കിൽ, wouldn't have been open for ആമേൻ, him, യേശുവിന്റെ തിരുശബ്ദം ആ തലമുറയ്ക്ക് വേണ്ടി Jesus' പുറപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, voice wouldn't have ആമേൻ, been ഈ അപ്പൻ അത് released, ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ, this father wouldn't have ആമേൻ, accepted, അപ്പൻ അത് ഏറ്റെടുത്ത് he മടങ്ങിപ്പോയില്ലായിരുന്നുവെങ്കിൽ, wouldn't have gone back. ആമേൻ, ഇതിനോടകം ആ ഭവനം വിലാപ ഭവനമായി മാറുമായിരുന്നു. Hallelujah. By this time, that house would have been a house of mourning. Praise the Lord. Hallelujah. Praise the Lord. Amen. Praise the Lord. Amen. ഏതാ വേണ്ടത്? What do you need? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വിടുവിക്കപ്പെട്ട്
വിടുതലിന്റെ സന്തോഷം അനുഭവിക്കണമോ? Do you want to enjoy the happiness of ആമേൻ. deliverance? ഹല്ലേലൂയ. വിടുതലിന്റെ ആനന്ദം അനുഭവിക്കണമോ? The joy of deliverance? വിടുതലിന്റെ ആരാധന നടക്കണമോ? Worship? വിടുതലിന്റെ സ്തോത്രസ്വരം ഉയരണമോ? You want to hear the ആമേൻ. thankfulness of വിടുതലിന്റെ joy? ഹല്ലേലൂയ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദം ഉയരണമോ? You want to hear the voice of a ആമേൻ. ഹല്ലേലൂയ. അതോ thankful heart? ആമേൻ നിന്റെ ഭവനം വിലാപമായി മാറണമോ? Or do you want your house to be a നിന്റെ house of ഭാവി mourning? ദുഃഖമായി തീരണമോ? Do you want your future അത് to be sad നിരാശയായി and തീരണമോ? downcast? You want it to be ആമേൻ. depressed? ഹല്ലേലൂയ. നിന്റെ മനസ്സ് പിടിച്ചാൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകണമോ? You want to go into a state where your mind can't be ഇന്നും നിങ്ങൾ controlled? അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ If you hear his voice today, മരുഭൂമിയിൽ മസാ നാളിനെ പോലെ on the day of Massa in the ഓ desert, നിന്റെ ദൈവത്തെ പരീക്ഷിച്ചുകൂടാ. do not test your God. ദൈവത്തിന്റെ വചനത്തെ നീ You അവിശ്വസിച്ചുകൂടാ. should not unbelieve the word of God. Praise the Lord. ആമേൻ. 44-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ Come to the 44th ആ verse. മേഖലയിൽ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് We can see here. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് The background is ആമേൻ. യേശു ശമര്യയിൽ 2 ദിവസം പാർത്തതിന് ശേഷം വരികയാണ്. Jesus is coming after staying 2 days in Samaria. ആ റിലീജിയസ് സൊസൈറ്റിയിൽ യേശു ഒരു ഗുരുവാണ്. He's a rabbi, a teacher in that ആമേൻ. society. യേശു ഒരു നബിയാണ്, ഒരു പ്രവാചകനാണ്. He's a prophet. ആമേൻ. വിശ്വസിച്ച് ഏറ്റെടുത്ത ഒരു കൂട്ടർക്ക് അവൻ രക്ഷിതാവാണ്, രക്ഷകനാണ്. To people who accepted, he's a savior. Praise the Lord. Praise the Lord. Amen. Praise the Lord. Amen. നോവാച്ചിനെ വഴക്ക് പറഞ്ഞു. Praise the Lord. നമുക്ക് എല്ലാവർക്കും നോവാച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഒന്ന് ഓർത്ത് പിടിച്ചേ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെല്ലാം സാധ്യമാണ്. അവൻ നല്ലൊരു മോനാണ്. അവൻ ദൈവത്തിന്റെ ദാനമാണ്. ദൈവനാമത്തിന് കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. അതിനകത്ത് നമ്മൾ ഭാരപ്പെടുകയും അതിനകത്ത് നമുക്ക് ലജ്ജ തോന്നുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊക്കെ എന്തേലും കുരുത്തക്കാരെന്ന് ആർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് നോവാച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കുഞ്ഞുങ്ങളെ തടയരുത്, അവരെ എൻ്റെ അടുക്കൽ വിടുവിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആമേൻ. ഹല്ലേലൂയ. നീ അവരെ തൊടേണ്ടതിന് ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, നീ ആ കുഞ്ഞുങ്ങളെ തടഞ്ഞവരോട് പറഞ്ഞു. എന്തോ പ്രസംഗിച്ചാലും എന്തോ പറഞ്ഞാലും ചിലര് ആമേൻ. ഹല്ലേലൂയ എന്താ പറയുന്നത്? ആമേൻ. ഹല്ലേലൂയ. ഒരു വികാരവും ഇല്ലാതിരിക്കും. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. How great is our God. Amen. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. How faithful is our ആമേൻ. God. ഹല്ലേലൂയ. ഞാനും വല്ലാത്ത കുസൃതിയായിരുന്നു ചെറിയ പ്രായത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളുടെ ആന്റി പറയുമായിരുന്നു, അപ്പൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഒന്നേയുള്ള ഓലക്കേക്ക് അടിക്കണം. അതിൽ ഓലക്കേക്കൊന്നും അടിക്കേണ്ടി വന്നില്ല. ദൈവം രൂപാന്തരപ്പെടുത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. സാധാരണ മാതാപിതാക്കൾക്ക് അത് കേട്ട് കഴിയുമ്പം ആമേൻ പ്രയാസം തോന്നും. കാരണം ചിലരുടെ വാക്കുകളൊക്കെ അറം പറ്റുക എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ കത്തോലിക്കലായിരുന്നെങ്കിലും എൻ്റെ അമ്മയ്ക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ജനനത്തിങ്കൽ കിട്ടത്തില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് തന്നതാ. അതുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ചതാ. അതുകൊണ്ട് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനെന്ന് പറഞ്ഞ് അന്നത്തെ സമയത്ത് അറിയാവുന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നു. ആമേൻ. ഹല്ലേലൂയ. ഒലക്കടിക്കേണ്ടതിനെ സുവിശേഷം പ്രസംഗിക്കുന്നവനാക്കി കർത്താവ് തീർത്തെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്ര പാവങ്ങളാണെന്നറിയാം. അവരൊക്കെ എത്ര സാധിക്കണം. നമ്മളൊക്കെ കാണിച്ച വിക്രസായിട്ടുള്ള പരിപാടികൾ ഇവരാരും കാണിച്ചിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആമേൻ. യേശു ശമരിയിലൂടെ കടന്നു പോകുവാനിടയായി. Jesus passed through Samaria. ഒരു ഗുരുവും ഒരു റബിയും ഈവൻ ഒരു യഹൂദൻ പോലും ശമരിയിലൂടെ കടന്നു പോകുകയില്ല. No Jew, no teacher, no rabbi will pass through അവർ Samaria. untouchable ആണ്. Because the Samaritans are untouchable. സ്വർഗത്തിന് ആമേൻ മടങ്ങി വരുന്നതിനെ കുറിച്ച് ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. The heaven wants them to come back. ആമേൻ. അതുകൊണ്ട് ആമേൻ ഗലീലയിലേക്ക് പോകും വഴി അവർ ശമരിയിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. So they had to pass through Samaria because they were going to Galilee. ബൈ ചാൻസ് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടുപോകാറുണ്ട്. It's like we passed through some places by chance. എന്നാൽ ഇത് ബൈ ചാൻസിലായിരുന്നില്ല. But this was not by chance. ആമേൻ. ചിലർ പറയുന്നുണ്ട്, ഞാൻ ഈ സഭയെ വരേണ്ടതല്ലായിരുന്നു. Some people say I shouldn't have come to this church. ദൈവഹിതമല്ലാത്തൊന്നും ദൈവമക്കളുടെ ജീവിതത്തിൽ നടക്കത്തില്ല. Nothing will happen in your life that is not the will of the Lord. ഗലീലയിലേക്ക് പോകുമ്പോൾ ശമരിയിലൂടെ ആമേൻ പോകേണ്ടി വന്നു. When they had to go to Galilee, they had to pass through Samaria. ആമേൻ. സ്തോത്രം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ You know why? ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തു പോകുവാനല്ല. Not to just pass through. 2 ദിവസം അവിടെ താമസിച്ചു. To stay there for 2 ആമേൻ. days. ഒരു സ്ത്രീയെ സമൂഹം തള്ളിക്കളഞ്ഞതിനെ കിണറ്റിന്റെ കരയിൽ വെച്ച് യേശു സന്ധിച്ചു. Jesus met a woman who was cast out by her society at the side of the well. യേശുവിന്റെ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ When she experienced അവൾ Jesus, പാത്രം വെച്ചിട്ട് വീട്ടിലോട്ടല്ല പോയി, നേരെ പട്ടണത്തിലേക്ക്. she left
the jar there and went to the town. കർത്താവ് വരുത്തുന്ന രൂപാന്തരം That's the transformation Jesus brings. ആള് മാറിയ അനുഭവം, A person changed, ആള് മാറിയ അനുഭവം. a changed person. ഇതിലേക്ക് വരാനായി എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം This is what God wants of us. ആമേഹല്ലേലൂയ. അവള് എന്നിട്ട് ആമേഹല്ലേലൂയ പട്ടണക്കാരോട് പറയുവാനിടയായി, She told all the townspeople, എന്നെ കുറിച്ച് സകലതും പറഞ്ഞു ഒരുവൻ, somebody who told everything about me, വിവേചിച്ച ഒരുവൻ, someone who discerned me, എന്നോട് മശിഹയെ കുറിച്ച് പറഞ്ഞു ഒരുവൻ, someone who told me about Messiah. പക്ഷേ അവൻ ക്രിസ്തുവായിരിക്കുമോ? Will he be the Christ? Praise the Lord. യേശു വെളിപ്പെടുത്തി, ഞാൻ തന്നെ മശിഹ, Jesus revealed to her, I ഞാൻ am the തന്നെ Messiah, രക്ഷിതാവ്. I am the Savior. ആമേൻ. അവൾക്ക് അത് മുഴുവൻ പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. But she didn't have the courage to tell ആമേൻ. all of എങ്കിലും it. അവൾ പറഞ്ഞു, പക്ഷേ അവൻ ക്രിസ്തുവായിരിക്കുമോ? But she still said, ആമേൻ. would he അവളുടെ be the Christ? സാക്ഷ്യം അവർ ആമേഹല്ലേലൂയ കേൾക്കുവാനിടയായി. They heard her testimony. അവരുടെ ഉള്ളിൽ ഒരു വലിയ താല്പര്യം They ഉണ്ടാകുവാനിടയായി. had a big ആമേൻ. need in their യേശു hearts. പട്ടണത്തിലേക്ക് വന്നു. Jesus came to the town. ആമേൻ. 2 നാൾ അവിടെ 2 പാർത്തു. days he was with them. രാജ്യത്തിന്റെ സുവിശേഷം He സംസാരിച്ചു. proclaimed the gospel of the kingdom. ശമരിയക്കാർ മുഴുവൻ രക്ഷിക്കും. All of the Samaritans were saved. വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? Has that happened anywhere else? യെരുശലേമിലുണ്ടായോ? Did it happen in Jerusalem? യഹൂദിയയിലുണ്ടായോ? In Judea? ആമേൻ. ഹല്ലേലൂയ. ഗലീലയിലുണ്ടായോ? In Galilee? കവർന്നഹൂമിലുണ്ടായോ? Capernaum? നസ്രത്തിലുണ്ടായോ? Did it happen in Nazareth? ആ പട്ടണക്കാർ മുഴുവൻ രക്ഷിക്കപ്പെട്ടു. All of the townspeople were saved. ഇതുപോലുള്ള ചില പ്രവർത്തികൾ നടക്കണം. These kind of things should happen. പ്രതീക്ഷിക്കാത്തിടത്ത് ചില ദൈവപ്രവർത്തികൾ നടക്കും. Work of God that's ആമേൻ. happening in unexpected പ്രതീക്ഷിക്കാത്തിടത്ത് places. ചില ഉറവുകൾ പുറപ്പെടുവാനിടയാകും. Some ആമേൻ. ഹല്ലേലൂയ. should flow from ആമേൻ. places unexpected. പ്രതീക്ഷിക്കാത്തിടത്തും ചിലർ കൂട്ടിനും കൂട്ടായ്മയ്ക്കുമായി Some വരുവാനിടയാകും. people should come for ആമേൻ. fellowship ഹല്ലേലൂയ. from ആമേൻ. unexpected യേശുവിന്റെ places. ശബ്ദം കേൾക്കുന്നവരുടെ After അടുക്കൽ, hearing Jesus' voice. യേശുവിന്റെ വചനം അനുസരിക്കുന്നവരുടെ അടുക്കൽ, To people who listen ആമേൻ. to ഹല്ലേലൂയ. Jesus. അതിനുശേഷമായി യേശു ആമേൻ. ഹല്ലേലൂയ അവിടുന്ന് ഗലീലയിലേക്ക് വന്നു. After that, Jesus came to ആമേൻ. Galilee. ഹല്ലേലൂയ. ഗലീലയിലെ കാനാവിലാണ് യേശു വന്നത്. He came to Cana in ആമേൻ. Galilee. ഹല്ലേലൂയ. യേശു കാനാവിൽ എത്തിയപ്പോൾ When Jesus reached in മകൻ Cana, രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ a government official ആമേൻ. ഹല്ലേലൂയ. whose son was sick, കവർന്നഹൂമിൽ ഉണ്ടായിരുന്നു. he was in Capernaum. ആമേൻ. യേശുവിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. He was searching about Jesus. Praise the Lord. Amen. ഇതിനു മുമ്പ് ഒരു അടയാളം മാത്രമേ നടന്നിട്ടുള്ളൂ. Before this, only one ആമേൻ. miracle has അത് happened. വെള്ളം വീഞ്ഞാക്കിയതാണ്. That's the water turned to പക്ഷേ wine. ഈ മനുഷ്യൻ രാജഭൃത്യനാണ്, ഒരു ഒഫീഷ്യലാണ്. ഇദ്ദേഹത്തിന് മനസ്സിലായി ഇനി യേശുവിനെ കൊണ്ടേ സാധിക്കും. This man is a government official. He understood now only Jesus can help me. ആമേൻ. നമുക്കറിയാം യേശുവിനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. We know only Jesus can ആമേൻ. help. എങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. But we'll try our maximum, our Praise the best. Lord. Amen. Praise the Lord. Amen. ആമേൻ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ This person, യേശു കാനാവിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ when he heard that Jesus had ആമേൻ. arrived in Cana, കവർന്നഹൂമിൽ നിന്ന് കാനാവിലേക്ക് വരികയാണ്. from Capernaum to Cana he comes. Praise the Lord. Amen. ആമേൻ. ഇപ്പോഴത്തെ സ്ഥലം നാം വിടണം. We need to leave the place we're at right now. ഇപ്പോഴത്തെ കുടുംബം നാം വിടണം. The family we're at right now. ഇപ്പോഴത്തെ ചിന്താഗതികൾ നാം വിടണം. The perspectives right ആമേൻ. now. കുടുംബം വിടണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ വിടാനല്ല I പറഞ്ഞത്. said left your family, not leave your parents. പാരമ്പര്യത്തിന്റെ ശക്തി വാണുകൊണ്ടിരിക്കുന്ന, So when in places where ആമേൻ. tradition ഹല്ലേലൂയ. works, അന്ധവിശ്വാസത്തിന്റെ ശക്തി when വാണുകൊണ്ടിരിക്കുന്ന, disbelief works, ആമേൻ. കള്ളപ്രവചനങ്ങളുടെ ശക്തി വാണുകൊണ്ടിരിക്കുന്ന, a place where false ആമേൻ. prophecies are ഹല്ലേലൂയ. working, ആഭിചാരമുളവാക്കുന്ന, മത്സരമുളവാക്കുന്ന, ആമേൻ. ആഭിചാരം പോലുള്ള മത്സരമുളവാക്കുന്ന അനുഭവങ്ങൾ നാം വിടുവാനിടയാകണം. we need to leave places where strife is being Praise the persistently Lord. happening. Amen. Praise the Lord. Amen. അപ്പം പ്രസംഗിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. Amen. നല്ല മാതൃകയായിരുന്നോണം. അവളവിടെ നടന്നോട്ടെ, നോ പ്രോബ്ലം. അവളെ ശ്രദ്ധിക്കാൻ നമുക്ക് വചനമാണ്. Amen. പ്രൈസ് ദി ലോർഡ്. ആ മേഖലയിലെ കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചു കേട്ടല്ലേ. ഇവർ കുറെ കഴിയുമ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം നമ്മളെയൊക്കെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉപദേശിമാര് കിഴുക്കി ഞെക്കിയും ആ മേഖലയിയ ആ കണ്ണൊക്കെ അല്ലേ, ചിലപ്പോൾ ആ നോട്ടൊക്കെ ഉണ്ടാ പിശാചി നോക്കുന്നതാണെന്ന് പോലും തോന്നും. പ്രൈസ് ദി ലോർഡ്. യേശു അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? യേശു അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ തടയരുത്, കുഞ്ഞുങ്ങളെ തടയരുത്. പ്രൈസ് ദി ലോർഡ്. പല സഭകളിലും ഈ ഒരൊറ്റ കാരണത്താൽ ആമേ കുഞ്ഞുങ്ങളുമായിട്ട് അവർ സഭ വരാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ലല്ലോ. കുഞ്ഞുങ്ങൾ ഇതിലെ ഓടിയാലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടവർ കോൺസെൻട്രേറ്റ് ചെയ്യും, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കും, ആരാധിക്കേണ്ടവർ ആരാധിക്കും, വചനം കേൾക്കേണ്ടവർ വചനം കേൾക്കും, അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കും. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം ഞാൻ കണ്ടിട്ടുള്ളതാ, കുഞ്ഞുങ്ങളില്ലാത്ത നിന്ന ഞാൻ കണ്ടിട്ടുള്ളതാ. പ്രൈസ് ദി ലോർഡ്. കേട്ടിട്ടുള്ളതാ. ആമേൻ. ഹല്ലേലൂയ. ഇവളെ അല്ലാതെ വേറെ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കുറഞ്ഞതൊരു 3 മക്കളിലും ഉണ്ടായേനെ എന്ന് ആ കൊച്ചിനെ നിർത്തിക്കൊണ്ട് പറയുന്നത് കേട്ടിട്ടുള്ളതാ.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാകുന്നു, പക്ഷെ കർത്താവ് അവരെയൊക്കെ മാനിച്ചു കേട്ടോ. Hallelujah. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. Hallelujah. They are precious unto the Lord. Hallelujah. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ അവർക്ക് അച്ചടക്കം കൊടുക്കണം, കൃപ കൊടുക്കണം, ജ്ഞാനം കൊടുക്കണം. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ആമേൻ. തക്ക സമയത്ത് അവർ വന്ന് വെളിയിൽ കിടന്ന് കളിക്കുകയോ അല്ല ഇതിനകത്തോട്ട് കയറുമ്പോഴോ ഉറങ്ങുകയോ, സഭയ്ക്കകത്തോട്ട് കയറുന്ന ബാധിക്ക് വരുമ്പോൾ അലറി വിളിച്ച് കരയുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. സഭയിൽ കയറത്തില്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ പിന്നത്തെ കർത്താവ് അവരെല്ലാം മാറ്റുവാൻ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഗൈഡൻസ് തരുമ്പോൾ ഒരു പ്രാർത്ഥന. സംസാരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആദ്യം നാവിന്റെ കെട്ടഴിച്ചു, പിന്നെ ഹല്ലേലൂയ തൊണ്ടയുടെ കെട്ടഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുമ്പിൽ നിന്ന് ആമേ പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തി ആമേ വാക്യം പറയും. അത് ആ അവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെ ദൈവം കൊണ്ടുവന്നു. ഇപ്പം 5 വയസ്സ് ഇല്ല, 5 വയസ്സായി. പ്രൈസ് ദി ലോർഡ്. ആമേ. ദൈവപ്രവൃത്തിയാണ്. അല്ല 4 വയസ്സ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവപ്രവൃത്തിയാണിത്. നമ്മൾ നിസ്സാരമെന്ന് നമ്മുടെ അവരെന്നാ ചെയ്ത് എന്നുള്ള രീതി വാക്യം വായിച്ചാൽ തെറ്റിയാൽ വല്ലാതെ വഴക്ക് പറയുന്നവരുണ്ടായിരുന്നു. ഇന്ന് ഞാനൊന്ന് വഴക്ക് പറയട്ടെ. കാലം മാറി പ്രിയമുള്ളവരെ. ആമേൻ. എന്നാൽ പ്രാർത്ഥന മാറിയിട്ടില്ല. Hallelujah. കർത്താവ് മാറിയിട്ടില്ല. തിരുവചനം മാറിയിട്ടില്ല. ആമേൻ. നാം സമർപ്പിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ആമേൻ. ഹല്ലേലൂയ. ആ സമയത്ത് ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തേതുപോലെ വേഗത്തിലോടുന്ന വാഹനങ്ങളൊന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. അദ്ദേഹം കവർന്നഹൂമിൽ നിന്ന് യേശു കാനാവിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആമേൻ യാത്ര ചെയ്ത് ആമേൻ യേശുവിന്റെ അടുക്കൽ എത്തുവാനായിട്ടിടയായി തീർന്നു. From Capernaum to Cana, knowing Jesus is in Cana, he walked to Cana. ഒരു യഹൂദന്മാരുടെ ഇടയിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. He's a man among the Jews. ചരിത്രം അതാണ് പറയുന്നത്. That is what the history says. ഹല്ലേലൂയ. അദ്ദേഹം യേശുവിന്റെ അടുക്കൽ ആമേൻ വരുവാനിടയായി. He comes to Jesus. ആമേൻ. 1 കൊരിന്ത്യർ 1:22 വായിക്കുമ്പോൾ അതിൽ നിന്ന് ഈ വാക്യത്തെ നാം തട്ടിച്ച് നോക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു യഹൂദ ആമേൻ. ഹല്ലേലൂയ ഒഫീഷ്യലാണെന്ന് മനസ്സിലാക്കുവാൻ. Corinthians 1:22 we can know കാരണം that this അവർ was a government അടയാളം official. അന്വേഷിച്ച ആൾക്കാരാണ്. Because those people looked for അടയാളത്തിന് signs. വേണ്ടി എവിടെ കിട്ടും അതിന്റെ പിറകെ പോയ ആൾക്കാരാണ്. They ആമേൻ. ran behind ഗ്രീക്കുകാർ signs. ജ്ഞാനം അന്വേഷിച്ചപ്പോൾ When Greeks were looking for knowledge, യഹൂദന്മാർ അടയാളം Jews were searching for signs and അടയാളം wonders. അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടത് യഹൂദന്മാരാണ്. So Jews are the ones who were looking for signs and യേശു wonders. വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ So when he came to know that Jesus is come ഈ here, മനുഷ്യൻ യേശുവിന്റെ അടുക്കലെത്തി. this man came to Jesus. തന്റെ മകൻ He രോഗിയായിരിക്കുന്നു. told him that his son is sick. ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്തു. I've done all the treatments that could be possibly അവയെല്ലാം done. പരാജയമായി മാറുവാനിടയായി. When all those were failed, ആരെ കൊണ്ടും ആമേൻ ആ പൈതലിന് സൗഖ്യം കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ in a stage where nobody could heal him, പ്രത്യേകിച്ച് ആ കാലയളവിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ മക്കൾ അതേത് തസ്തികയിലുള്ളവരാണെങ്കിലും അവരുടെ ആർക്കാൽ രോഗികളായി തീർന്നാൽ കൊട്ടാരത്തിലെ വൈദ്യന്മാരെ അയക്കുമായിരുന്നു. especially in that times, if you were a government official, if you had any family member that was sick, you would get doctors or physicians from the palace. ആമേൻ. അതെല്ലാം ഫെയിലിയർ ആയി മാറിക്കഴിഞ്ഞപ്പോൾ When all of that failed, ആമേൻ ആ മകൻ മരിക്കുന്ന അനുഭവത്തിലേക്ക് മാറിയപ്പോൾ when the son was almost ആമേൻ. coming ഹല്ലേലൂയ. to a ഈ place where he's മനുഷ്യൻ dying, ഏതാണ്ട് 24 മൈലുകൾ 25 മൈലുകൾ ആമേൻ. ഹല്ലേലൂയ സഞ്ചരിച്ച് യേശുവിന്റെ അടുക്കൽ എത്തുകയാണ്. comes to Jesus, ആമേൻ. walking ഹല്ലേലൂയ 25 miles. യേശുവിനോട് പറയുന്നു ആമേൻ തന്റെ മകൻ He's മരിപ്പാറായിരിക്കുന്നു. telling Jesus, my son is dying. തന്റെ മകൻ My മരിപ്പാറായിരിക്കുന്നു. son is dying. Praise the Lord. Hallelujah. Praise the Lord. Amen. Praise the Lord. Amen. ഈ അപ്പനും മകന്റെ അവസ്ഥ മനസ്സിലായി. This father understood the son. കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന മാതാപിതാക്കളുണ്ട്. When parents who understand their ആമേൻ. അവരുടെ children, ചിന്താഗതി മനസ്സിലാക്കുന്ന understand മാതാപിതാക്കളുണ്ട്. their thoughts. ആമേൻ. ഹല്ലേലൂയ. അവരുടെ ആമേൻ. ഹല്ലേലൂയ അവസ്ഥ മനസ്സിലാക്കുന്ന Parents മാതാപിതാക്കളുണ്ട്. who understand their അവർ situation. ആയിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കുന്ന The മാതാപിതാക്കളുണ്ട്. situation is right ആമേൻ. now. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലേക്ക് അവരുമായി അവരുടെ വിഷയമായിട്ടൊന്ന് വരുമോ? Would you come to Jesus ആമേൻ. with them? യേശുവിന്റെ അടുക്കൽ ആ വിഷയം ഒന്ന് എത്തിക്കുമോ? Can you bring that issue ആമേൻ. to ഹല്ലേലൂയ. Jesus? എന്റെ മകൻ മരിപ്പാറായിരിക്കുന്നു. God, my son is dying. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് വന്ന് അവനെ സൗഖ്യമാക്കണം. Can you come and heal him? ആമേൻ. ഹല്ലേലൂയ. യേശുവിനോട് അവൻ പറയുകയാണ്. He's asking Jesus. 47 വാക്യം വായിച്ചാണ്. Verse 47. യേശു യഹൂദ്യ ദേശത്തു നിന്ന് ആ. ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിക്കാനായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. ആമേൻ. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് Because his son was at the point of death. ആമേൻ. അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് ആമേൻ. ഹല്ലേലൂയ അപേക്ഷിച്ചു. മരിക്കും മുമ്പേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ പൈതൽ മരിക്കും മുമ്പേ വരണമേ. 49 വാക്യം.
verses 49 says, Sir, come down before my child dies. 47-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആമേൻ, തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം. In verses 47, he went to him and asked him to come യേശു down അതിന് and heal മറുപടി his പറഞ്ഞു, son. നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല. Jesus said, unless you see signs and wonders, you will not believe. ആമേൻ. അതിന് വിപരീതമായ ഒരു പ്രവൃത്തിയാണ് യേശു ചെയ്യുവാനിടയായത്. Jesus did something ആമേൻ. opposite to that. ഹല്ലേലൂയ. ആ മനുഷ്യൻ എത്ര വേദനപ്പെട്ടായിരിക്കും യേശുവിനോട് പറഞ്ഞത്. How would hurt he would ആമേൻ. be when he asked യേശുവേ, Jesus. എന്റെ മകൻ മരിപ്പാറായിരിക്കും. Jesus, my son is at the point of death. Praise the Lord. ഈവൻ നമ്മുടെ മക്കൾ ആമേൻ മരിപ്പാറായാൽ പോലും, ആമേൻ, വൈദ്യശാസ്ത്രം രക്ഷയില്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പറയില്ല കുഞ്ഞു മരിക്കാറായെന്ന്. Even if our children are at a point of death, even though medical ആമേൻ. science says ഹല്ലേലൂയ. they're going to നാം die, we പറയും, will not say ആമേൻ, ഇനി that they're at that രക്ഷയില്ലെന്നാ point. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. We'll say the doctor said ആമേൻ. there's no hope, എന്നാൽ ഈ മനുഷ്യന്റെ ആ ഹൃദയത്തിന്റെ ഭാരം ഒന്ന് ചിന്തിച്ചേ. but the burden of the heart of ആമേൻ. this man. യേശുവേ, നിന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധിക്കയില്ല. Jesus, no one else but ആമേൻ. you. അതുകൊണ്ട് അവൻ ആമേൻ ഹല്ലേലൂയ ആമേൻ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുക. അവൻ മരിപ്പാറായിരിക്കൊണ്ട്. That's why he's using that ആമേൻ ഹല്ലേലൂയ. phrase there, because ആമേൻ. it's at the point of death. അവിടുന്ന് വന്നവനെ സൗഖ്യമാക്കണമേ. Can you come and heal him? അതിന്റെ മറുപടി എന്താ? What is the answer? ആമേൻ ഹല്ലേലൂയ. യേശു അതിനെ ഞാൻ വന്ന് സൗഖ്യമാക്കാമെന്നോ, Jesus didn't say, I'll come ആമേൻ and ഹല്ലേലൂയ, heal. അല്ലെങ്കിൽ നീ വിശ്വസിച്ചു അവൻ സൗഖ്യമാകുമെന്നോ, He didn't say that you believe he'll അങ്ങനെ be healed. എന്തേലും വേണം പറയുവാൻ. Jesus would have said any പക്ഷേ of that. യേശു എന്താണ് പറഞ്ഞത്? But what did Jesus say നിങ്ങൾ here? അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. Unless you see signs and wonders, ആമേൻ you ഹല്ലേലൂയ. won't ആമേൻ. believe. ഒരു പരിധി വരെ പറഞ്ഞാൽ കൗണ്ടറാണ് പറഞ്ഞിരിക്കുന്നത്. Up to a certain extent, Jesus is വല്ലാത്ത countering his statement. അവസ്ഥയിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന, ഭാരത്തിലായിരിക്കുന്ന മനുഷ്യൻ വന്നൊന്ന് സഹായിക്കണമേ എന്നൊന്ന് പറയുമ്പോൾ, To a man who's hurtful and asking ആമേൻ for help, ഹല്ലേലൂയ, അടയാളം കണ്ടതുകൊണ്ട് അത്ഭുതം കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ലൈക്ക് എ കൗണ്ടർ. Jesus is telling him, you will not believe till you see signs and wonders. That's like a നമ്മുടെ counter. മനസ്സാണ് എങ്ങനെയായിരിക്കും? How would our heart be? നമ്മുടെ if we ചിന്ത hear that? എവിടേക്ക് പോകുവാനിടയാകും? What would we think? പക്ഷേ ഇവൻ അതൊന്നും വിഷയമല്ല കേട്ടോ. This man didn't take അവൻ any of അവന്റെ that. മകനാണ് വിഷയം. For him, his son was അവൻ അവന്റെ ആയുസ്സാണ് വിഷയം. his life was അവൻ തന്റെ important. തലമുറയുടെ മരണം മുമ്പിൽ വന്നിരിക്കുകയാ. His son's about to ആമേൻ die. ഹല്ലേലൂയ. മരണദൂതൻ ഹല്ലേലൂയ വ്യാപരിക്കുവാൻ The തുടങ്ങിയിരിക്കുകയാ. angel of death has started ആമേൻ working. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞതിനോട് അവന് തർക്കിക്കാനൊന്നുമില്ല. So he did not fight with ആമേൻ Jesus. ഹല്ലേലൂയ. യേശു പറയുന്നത് വിശ്വസിച്ച് ഏറ്റെടുക്കുക മാത്രം. He just accepted what ആമേൻ Jesus said. ഹല്ലേലൂയ. അവൻ രണ്ട് കരങ്ങളും മലർത്തിക്കൊണ്ട് പറയുകയാ. His two hands he ആമേൻ asked. ഹല്ലേലൂയ. ഗവൺമെന്റ് ഒഫീഷ്യൽ സാധാരണ നസ്രയനായവനോട് ഇത് പറയില്ല. This official will never ask a തന്റെ Nazarene like this. മകനായവനോട് ഇത് പറയുകയില്ല. He will never ask a carpenter's പക്ഷേ son. അവന് അറിയാം യേശുവിനെ കൊണ്ട് മാത്രമേ എന്റെ വിഷയത്തിന് പരിഹാരമുള്ളൂ. But he knows only through Jesus ആമേൻ. there's a ഒരുപക്ഷേ deliverance. അവൻ രണ്ട് കൈയും മലർത്തിക്കൊണ്ട് പറഞ്ഞു കാണും, Maybe he might have lifted കർത്താവേ, his hands and asked, കർത്താവേ, Lord, കർത്തൃത്വമുള്ളവനെ, the one who has lordship, മരണത്തിന്റെ മേൽ അധികാരമുള്ളവനെ, Lord who has authority over അതാണ് death. ലോർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. That is lordship. ആമേൻ ഹല്ലേലൂയ. കർത്താവേ, Dear Lord, പൈതൽ മരിക്കും മുമ്പേ before my son ആമേൻ dies, വരണമേ. please come. പൈതൽ മരിക്കും മുമ്പേ വരണമേ. Please come before he passes away. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. വിഷയം വല്ലാത്തൊരു അനുഭവത്തിലേക്ക് എത്തും മുമ്പ് യേശു ഇടപെടണമെന്ന് He's asking Jesus to intervene before it becomes a big ആ problem. രണ്ട് കുഷ്ഠരോഗികൾ പറഞ്ഞു, ഇത് ആമേൻ സദ്വർത്തമാന ദിവസമാണ്. The two lepers said, this is a day of ആമേൻ. good ഇന്ന് നാം news. മിണ്ടാതിരിക്കരുത്. Today we shouldn't be മിണ്ടാതെ quiet. ഇരുന്നാൽ അതിന്റെ ഹല്ലേലൂയ ശിക്ഷ പിന്നീട് വരും. If you're quiet, you'll have ആമേൻ problems ഹല്ലേലൂയ. later on. ദൈവമക്കളെ, എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാൽ, Dear children of God, if you know ആമേൻ something, ഹല്ലേലൂയ, if you come to ദുഷ്ടന്റെ hear of എന്തെങ്കിലും something, അനക്കമുണ്ടായാൽ if you hear നീ something about അറിഞ്ഞിട്ട് the devil, മിണ്ടാതിരിക്കല്ല് കേട്ടോ. even after knowing it, you ആമേൻ. shouldn't be മിണ്ടാതെ quiet. ഇരുന്നാൽ If you're quiet, നീ അറിയാത്ത ദുരന്തം വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കും. something that would not be ആമേൻ expected will ഹല്ലേലൂയ. happen after നീ years. കുറ്റക്കാരനായി മാറും. You will be held responsible ആമേൻ. for ഇവന് that. വിഷയം അവന്റെ തലമുറയാ. This man's problem ആമേൻ. is his അതുകൊണ്ട് child. പറയുകയാ, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ. Sir, come down before my child dies. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. ആമേൻ. യേശു അതിന് മറുപടി പറഞ്ഞത് എന്താ? Jesus said ആമേൻ to him, ഹല്ലേലൂയ. അവന്റെ ഭാര്യ, പൈതലിന്റെ മാതാവ്, this ആമേൻ, kid's mother, അവരുടെ ഭവനത്തിലുള്ളവർ, people in their അവരെ house, സ്നേഹിക്കുന്നവർ, people who love them, എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുകയാണ്. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ യേശു വന്നിരുന്നുവെങ്കിൽ they are all expecting Jesus to അവർ come അതിനു with വേണ്ടി him. ആഗ്രഹത്തോടെ അവരുടേതായ രീതിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. Prayerfully and ആമേൻ. expectantly ഞങ്ങൾക്ക് waiting. ഞങ്ങളുടെ മകനെ വേണം.
Jesus, we want our child. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാതാവേ പിതാവേ നിനക്ക് ഐക്യതയുണ്ടോ? Dear mother and father, are you united കുഞ്ഞുങ്ങളുടെ for your വിഷയത്തിൽ kids? നിങ്ങൾ കൈകോർത്ത് പിടിക്കുമോ? Are you holding your hands together for your ദൈവസന്നിധിയിൽ kids' നിങ്ങളുടെ future? കണ്ണുനീർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീഴുമോ? Are your tears flowing for your children? Praise the Lord. Hallelujah. കുഞ്ഞുങ്ങൾ മിടുക്കരാന്ന് പറഞ്ഞ വലിയ സന്തോഷമാണ്. We will be so happy when they say they're very ആമേൻ. smart. ഹല്ലേലൂയ. അവരുടെ മിടുക്ക് ഹല്ലേലൂയ വെളിപ്പെട്ടാൽ വളരെ സന്തോഷം. When their smartness is revealed, you're very happy. വെൽ ആൻഡ് ഗുഡ് നാം അവരെ ആമേൻ ഹല്ലേലൂയ എന്ന് We പ്രോത്സാഹിപ്പിക്കണം. should appreciate that. We ആമേൻ. encourage them. മറു സൈഡിൽ But on the other side, തെറ്റ് കണ്ടാൽ when you see something ആമേൻ wrong, ഹല്ലേലൂയ അത് ശാസിക്കുക തന്നെ വേണം. you need to rebuke ആമേൻ. കുഞ്ഞുങ്ങളുടെ പക്ഷം പിടിക്കുവാൻ ഇടയാകരുത്. it. Not hold ആമേൻ ഹല്ലേലൂയ. their part. കർത്താവേ പൈതൽ മരിക്കും മുമ്പേ വരണമേ. Jesus come before ആമേൻ. he യേശു dies. പറഞ്ഞത് എന്താണെന്നറിയാമോ? You know what Jesus said? ആമേൻ. അടയാളം കൊണ്ട് കണ്ട് ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കുന്നവരോട് പറയുകയാ. To people who ആമേൻ. see signs and wonders, അവരുടെ മധ്യത്തിൽ വെച്ച് പറയുകയാ. amidst of them he ആമേൻ. says, പോയിക്കൊള്ളുക. go, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. your son will live. ആമേൻ. പറഞ്ഞത് എന്താണ്? What did he say? എന്റെ മകൻ മരിപ്പാറായിരിക്കുന്നു. He said, my son is at the ആമേൻ. point of death. യേശു പറഞ്ഞത് എന്താണ്? What did Jesus say? രോഗം മുഖാന്തരമാണ് അവൻ മരിപ്പാറായിരിക്കുന്നതെങ്കിൽ If he's going to die യേശു with പറഞ്ഞത് a disease, സൗഖ്യമായിരിക്കുന്നു എന്നല്ല. he didn't say he's going അവൻ നിന്റെ to മകൻ heal. ജീവിച്ചിരിക്കുന്നു. He said, your son will അതിന്റെ live. അർത്ഥം മരണത്തിന്റെ ശക്തി That means- അവനെ പിടിച്ചത് തന്നെയാണ്. That means it was the power of death that had Praise the held Lord. him. ആ ഭവനത്തുള്ളവർ വെയിറ്റ് ചെയ്യുകയാണ്. People in the house അവൻ were waiting യേശു എന്ന് വരുവാ. For Jesus to come. ആ മനുഷ്യൻ കർത്താവിനോട് ബെഗ് ചെയ്യുകയാണ്. That man കർത്താവേ is begging Jesus. ആമേൻ ഹല്ലേലൂയ. നീ വന്നെങ്കിൽ മാത്രമേ ആമേൻ എന്റെ മകന് സൗഖ്യം വരികയുള്ളൂ. Dear Lord, only if you come, my child will be healed. അതുകൊണ്ട് എന്റെ യേശുവേ പകൽ മരിക്കും മുമ്പേ ആമേൻ വരണമേ. Therefore, dear sir, come before he ആമേൻ. dies. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. He says, go, your son will live. Praise the Lord. Amen. ആമേൻ ഹല്ലേലൂയ. Hallelujah. ആമേൻ ഹല്ലേലൂയ. അടയാളങ്ങളുടെ മേൽ അത്ഭുതങ്ങളുടെ മേൽ ആമേൻ പണിതിരിക്കുന്ന വിശ്വാസം ആമേൻ പ്രയോജനം ചെയ്യുകയില്ല. അത് നഷ്ടമുളവാക്കത്തേയുള്ളൂ. A faith that is being built or based on signs and wonders will not work. It will only fail. അത്ഭുതങ്ങളുടെ അടയാളങ്ങളിലൂടെ ഈ മാർഗത്തിൽ വന്നവർ ആമേൻ. അതുകൊണ്ടാണ് അവർക്ക് ഹല്ലേലൂയ കാറ്റടിക്കുമ്പോൾ നിലനിൽക്കുവാൻ കഴിയാത്തത്. That is why people who came to this faith through signs and wonders ഹല്ലേലൂയ. cannot last ആമേൻ. when ഒന്ന് winds കൊരിന്ത്യർ blow. 1:22 ആമേൻ ആയതുപോലെ തന്നെ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 2:23 തുടങ്ങി 24 വരെയുള്ള വാക്യങ്ങളിലും ആമേൻ അത്ഭുതവും അടയാളത്തിന്റെ പിന്നാലെ പോകുന്ന കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. That is why we see people who go behind signs and wonders in Corinthians. ആമേൻ. എന്നാൽ അവരുടെ മധ്യത്തിൽ ഈ മനുഷ്യൻ വ്യത്യസ്തനാണ്. This man was unique and different കർത്താവേ among them. പൈതൽ മരിക്കും മുമ്പേ വന്ന് സഹായിക്കണമേ. He's saying, Jesus, come before my ആമേൻ. son യേശു dies. പറയുകയാ നിന്റെ വിശ്വാസം വലുതാ. Jesus said, your faith is ഞാൻ great. അവിടെ വരേണ്ട കാര്യമില്ല. You don't have to come എന്റെ there. വചനം അയച്ചിരിക്കുകയാ. I will send my word. ആമേൻ. വചനം അയച്ചിരിക്കുകയാ. I will send my word. വചനം അയച്ചു വിടുവിക്കുകയാ. I will deliver by my വചനം word. അയച്ചു സൗഖ്യമാക്കുകയാ. I will send my word and വചനം അയച്ചു heal. രൂപാന്തരപ്പെടുത്തുകയാ. I will send my word and വചനം അയച്ചു transform. പണിയുകയാ. I will send my word and വചനം build. അയച്ചു നിന്റെ മകനെ നിന്റെ തലമുറയെ ഞാൻ Hallelujah. മഹത്വപ്പെടുത്തുവാൻ പോകുകയാ. I will glorify the life of your child through my word. വചനം മുഖാന്തരമുള്ള ഒരു ഉയർച്ച. A resurrection through the word. വചനം മുഖാന്തരമുള്ള ഒരു അനുഗ്രഹം. A blessing through the word. ആമേൻ ഹല്ലേലൂയ. യേശുവിനോട് ഈ മനുഷ്യൻ ഇമോഷണലി ആമേൻ തിയോളജിക്കലി ആർഗ്യൂ ഒന്നും ചെയ്യുവാൻ പോയില്ല. Man did not argue with Jesus emotionally, theologically. ആമേൻ ഹല്ലേലൂയ. He was pleading for the mercy of the Almighty God Pleading here to Jesus for his mercy. at the point of death. Amen. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Amen. ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ For some things, you are in the pinnacle. you're in the pinnacle. Praise the Lord. Amen. ഇവിടെ കർത്താവിന്റെ വചനം പുറപ്പെട്ടിരിക്കുകയാണ്. Here the word of God is ആമേൻ. വചനം delivered, it's അയക്കപ്പെട്ടിരിക്കുകയാണ്. released. ആമേൻ ഹല്ലേലൂയ. You may go, your son will live. You can go, your son will ആമേൻ live. ഹല്ലേലൂയ. അവൻ അത് വിശ്വസിച്ച് ആമേൻ ഹല്ലേലൂയ പോകുവാൻ തക്കവണ്ണം ഇടയാ. The man believed and he went back. ആമേൻ. ആ പോകുന്ന യാത്രയിൽ On his way, ആമേൻ യേശു പറഞ്ഞ വചനം, the word Jesus, യേശുവിന്റെ വാഗ്ദത്തം his promise, അവൻ അത് പോണ്ടർ ചെയ്യുവാൻ he തുടങ്ങി. pondered over ദൂതുകൾ it. പോണ്ടർ ചെയ്യുമോ ദൈവ പൈതലേ? Do you ponder over ആമേൻ. messages? വചനങ്ങൾ പോണ്ടർ ചെയ്യുമോ Do you ദൈവ ponder പൈതലേ? over word of God? നിന്നോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ച വചനം, The word of God that talked to നിന്നോട് you last കഴിഞ്ഞ week, മാസം സംസാരിച്ച വചനം, the word of God that spoke നിന്നോട് to you കഴിഞ്ഞ last വർഷം month, സംസാരിച്ച വചനം, last year, ചില വർഷങ്ങൾക്ക് മുമ്പേ സംസാരിച്ച വചനം, the word of God that was spoken to you a ആമേൻ. couple നിന്റെ years ചർച്ച നീ back, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ സംസാരിച്ച the വചനം, word of God that was spoken to you when you were a ആമേൻ ഹല്ലേലൂയ. kid. അതിന്റെയൊക്കെ നിവർത്തികളല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Isn't those the completion of the ആമേൻ. words അവന് that will talk മഹത്വം to you? കൊടുക്കുമോ? Will you glorify ആമേൻ. him? പോണ്ടർ ചെയ്യുമോ? Ponder those ഇതെന്റെ words. യേശുവിനാലാണെങ്കിൽ If this is by അവൻ Jesus, അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തും. he
will bring it to its ഞാൻ completion. യേശുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടുവെങ്കിൽ, If I looked for ഞാൻ Jesus, യേശുവിന്റെ അടുക്കൽ എത്തിയെങ്കിൽ, if I went to എന്റെ Jesus, തലമുറയുടെ വിഷയം യേശുവിനോട് if I അറിയിച്ചുവെങ്കിൽ, took my problems to യേശു Jesus, അതിന് വചനം പുറപ്പെടുവിച്ചുവെങ്കിൽ, if Jesus ഞാൻ released His എന്റെ word for ഭവനത്തിൽ പോയി that, കാണുവാൻ പോകുന്നത് I will go home അവൻ and see നിർജ്ജീവമായ മോന്റെ ശരീരമല്ല, not a dead son. ഓ എഴുന്നേറ്റിരിക്കുന്നവനെയാ കാണുവാൻ I കഴിയുന്നത്. will see a son അവൻ who is ഭവനത്തിൽ alive, ഓടി നടക്കുന്നവനെയാ കാണുവാൻ somebody who കഴിയുന്നത്. is walking about, അവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന Hallelujah. തലമുറയാ കാണുവാൻ a son who is standing for Jesus, അഭിഷേകത്താൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുന്നവനെയാ കാണുവാൻ somebody who is കഴിയുന്നത്. anointed and ആത്മശക്തിയാൽ നിറഞ്ഞ് ആരാധിക്കുന്നവനെയാ കാണുവാൻ somebody who is പോകുന്നത്. worshiping അവൻ God in the വചനത്തിന്റെ നിവർത്തിയിൽ, the completion of the വചനത്തിന്റെ word, ശക്തിയിൽ, the power of the word. വചനമാകുന്ന കർത്താവിനെ ഉയർത്തുവാൻ പോകുന്നതിനെയാണ് ഞാൻ കാണുവാൻ പോകുന്നത്. I want to see a kid who is going to raise Jesus. Praise the Lord. Hallelujah. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് A big desire of my heart തലമുറയോട് ചേർന്ന് ശുശ്രൂഷിക്കണം. to minister with my children. ഞാൻ പറഞ്ഞിട്ടുണ്ട്, I've told my son, ഞാൻ തിരുവചനം പറയും. I will say the word. ആമേൻ. വചനത്തെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വീര്യപ്രവർത്തികളോടെയാണ് ഉറപ്പിക്കുന്നത്. The word is being built ആമേൻ. over signs and ഇടങ്കൈ wonders. വലങ്കൈ അറിയാത്തവരുടെ മധ്യത്തിൽ In people who don't know നമുക്ക് anything, ഒരുമിച്ച് നിൽക്കണം. we need to stand ആമേൻ. together. നിന്നിലൂടെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശുശ്രൂഷ നടക്കണം. Through you, ministries of ആമേൻ. signs and wonders should ദൈവം അത് happen. നിവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് God വിശ്വസിക്കുകയാണ്. will do it. I believe it. ആമേൻ. ആണയുടെ വചനമുള്ളവൻ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, If I've told, ആമേൻ, if He said തലമുറ that, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if He has said that your ആമേൻ, child will be for ഹല്ലേലൂയ, His ഈ kingdom's മനുഷ്യൻ glory, ponder ചെയ്തുകൊണ്ട് പോകുകയാ. this man is going back, എന്റെ മകൻ pondering on that word. എഴുന്നേറ്റിരിക്കുന്നു. My son എന്റെ will മകൻ sit ഹല്ലേലൂയ up. ഭക്ഷണം കഴിച്ചിരിക്കുന്നു. He's eating. എന്റെ മകൻ ഹല്ലേലൂയ ഭവനത്തിനകത്തൂടെ Hallelujah. നടക്കുന്നു. He's walking about in ആമേൻ. the ഞാൻ house. അവനെ വാതിൽക്കൽ തന്നെ സന്ധിക്കും. I will see him at the door ആമേൻ. of my ആ house. കിടക്കയിൽ അവൻ ഇനി പറ്റുകയില്ല. He will never go back to that bed. പെന്തക്കോസ്ത് വിശ്വാസിയെ, Dear believer, രക്ഷിക്കപ്പെട്ട Pentecostal believer, ദൈവപൈതലേ, Pentecostal വിശ്വാസ believer, മുഖാന്തരം കൃപയിലേക്ക് വന്നത് somebody who came to the faith അവനൊന്ന് through വിശ്വസിച്ച് faith. ഏറ്റെടുക്കുവാൻ കഴിയുമോ? Can you believe നിന്റെ and ബുദ്ധിമണ്ഡലം accept? ഒന്ന് കഴുകപ്പെടുവാൻ Will your perspective be washed? അവൻ ഇവനൊരു ഗവൺമെന്റ് ഒഫീഷ്യലാണ്. This man is a government അവൻ official. ആർഗ്യൂ ചെയ്യുവാൻ സാധിക്കും. He could argue with അവൻ Jesus. അവനൊന്നും ചെയ്യാൻ പോയില്ല. He didn't do അവൻ anything. യേശു പറഞ്ഞത് ഏറ്റെടുക്കുവാൻ He just കഴിയുവാൻ. accepted what ആ Jesus said. വചനവുമായിട്ടാ പോകുന്നത്. He's going back with that വന്നത് word. നിരാശയുമായിട്ടാ. He went with മരണത്തിന്റെ a sad ചിന്തയുമായിട്ടാ. heart. He went with the thought of ആമേൻ. death. തലമുറയുടെ വിടുതലിന് വേണ്ടിയാ. For his മരിപ്പാറായിരിക്കുന്ന പൈതൽ മുഖാന്തരമുള്ള വേദന മുഖാന്തരമാ. through pain because of his son. Praise the Lord. Hallelujah. Praise the Lord. Sorry കേട്ടോ. ദൈവാത്മാവ് നിറയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. Praise the Lord. ആമേൻ. മടങ്ങിപ്പോകുന്നത് അങ്ങനെയല്ല കേട്ടോ. When you go back, it's not like ആമേൻ. that. മടങ്ങിപ്പോകുന്നത് When you go back, യേശു പറഞ്ഞ വചനവുമായിട്ട്. you're pondering Jesus' word. വചനം ജഡമായി തീർന്നതാ. Amen. Jesus, the word would become flesh. ആമേൻ. യേശുവുമായിട്ട് അവൻ He's മടങ്ങിപ്പോകുന്നത്. going back with Jesus. മരണവുമായിട്ടാ യേശുവിന്റെ അടുക്കൽ He വന്നത്. went to Jesus with death. ജീവനുമായിട്ടാ യേശുവിന്റെ He's അടുക്കൽ going, oh, മടങ്ങിപ്പോകുന്നത്. hallelujah. Jesus. ഈ going back അസ്ഥികൾ with life. ജീവിക്കുമോ Will മനുഷ്യപുത്രാ? these bones be alive? അവൻ Hallelujah. ജീവിക്കുമെന്ന് തന്നെയല്ല ഒരു സൈന്യമായി I mean, it മാറും. will come up as an army. അത് Hallelujah. താഴ്വരയിൽ ഒരു സൈന്യമായി It will മാറും. become as an army in the ഈ valley. പട്ടണത്തെ പിടിക്കുവാനുള്ള ഒരു Capture സൈന്യമായി this മാറും. town and the city. ആമേൻ. ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിയുമോ Hallelujah. ദൈവമൈതലേ? Will you accept it, dear child of ഒന്ന് God? വിശ്വസിക്കുവാൻ കഴിയുമോ പൈതലേ? Hallelujah. Hallelujah. ആമേൻ. അവൻ വീട്ടിൽ വരെ Jesus. ചെല്ലേണ്ടി വന്നില്ല. He didn't have to go to his house. വഴിമധ്യേ On the way. അവനുള്ള സന്തോഷം എതിരേറ്റ് വരികയാ. He was greeted with the good news on the way. അവന്റെ ബാല്യക്കാർ His servants, അവനെ അന്വേഷിച്ച് തെരഞ്ഞു വരികയാ. they're coming to greet അവൻ him. അവനെ എതിരേറ്റ് പറയുകയാ. They're telling him, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. oh, your son is alive. വിഷയം മരണമായിരുന്നില്ലേ? Wasn't death your problem? വിശ്വസിച്ച് ഏറ്റെടുത്ത് മടങ്ങി വന്നതല്ലേ? You ആമേൻ. received the word. വീട്ടിലോളം എത്തിയില്ല. You didn't even reach your house. വഴിമധ്യേ നിവർത്തിയുടെ വചനം On കേൾക്കുകയാ. the way you heard the വാഗ്ദത്ത word. നിവർത്തി കേൾക്കുകയാ. Oh, the completion of the ആമേൻ. promise on the നിന്റെ way. മകൻ ജീവിച്ചിരിക്കുന്നു. Your son is alive. എപ്പോൾ? When? ആമേൻ. ഇന്നലെ Yesterday. 7 മണിക്ക് 7 o'clock. യേശു പറഞ്ഞ അതേ നാഴികയിൽ Same തന്നെ. time when Jesus spoke. ഇതിലപ്പുറം Hallelujah. യേശു എന്താ ചെയ്യേണ്ടത്? What should Jesus ആമേൻ. do more than ഇതിലപ്പുറം this? യേശു എന്താ ചെയ്യേണ്ടത്? What should our Jesus do നമ്മുടെ more than ഓരോരുത്തരുടെയും this? ജീവിതത്തിൽ യേശു ചെയ്തതിനപ്പുറം ഇനി എന്താ ചെയ്യേണ്ടത്? What should he do more than what he's already നിന്നിലൂടെ done? ചെയ്യുവാനാ യേശു ആഗ്രഹിക്കുന്നത്. He wanted you to do അതിനു this. വേണ്ടിയുള്ള നിന്റെ സമർപ്പണം, Your submission for അതിനു that. വേണ്ടിയുള്ള നിന്റെ താഴ്മ, Your അതിനു humbleness for വേണ്ടിയുള്ള that. നിന്റെ വെളിമ, Your humility for നസ്രയൻ that. പറയുന്നത് ഏറ്റെടുക്കുവാനുള്ള Oh, അവനൊരു ഹൃദയം. hallelujah. A heart to receive what the Nazarene says. ആമേൻ.
ആമേൻ യേശു എന്ന് പറയുമ്പോൾ When Jesus says this, ആമേൻ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ശക്തിയാണ്. it is a power that can deliver you from death. ഇരുളടഞ്ഞതിനെ വെളിച്ചമാക്കുവാൻ കഴിയുന്ന ശക്തിയാണ് യേശു. You can shine a light on the ആമേൻ dark. ജ്ഞാനം കുറഞ്ഞതിനെ ജ്ഞാനത്തികവുള്ളവരാക്കുവാൻ കഴിയുന്നതാണ് യേശു. Jesus can make the foolish ആമേൻ wise. ഹല്ലേലൂയ. ഈവൻ ഒരു ദൂരത്ത് നിന്ന് greater distance അവന് സൗഖ്യമാക്കുവാൻ കഴിയും. He can even heal from a distance. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ വചനം The word that came down from heaven, അയക്കപ്പെട്ടുവെങ്കിൽ, if it's come down, പാലസ്തീനിൽ if it അയക്കപ്പെട്ടുവെങ്കിൽ, came down to Palestine, കബർനഹൂമിൽ if അയക്കപ്പെട്ടുവെങ്കിൽ, it went down to Capernaum, കാനാവിൽ if it അയക്കപ്പെട്ടുവെങ്കിൽ, went down to Cana, കബർനഹൂമിൽ അതിന്റെ പ്രവൃത്തി ചെയ്തുവെങ്കിൽ, if it worked in അവൻ Capernaum, തിരുവചനത്തിന്റെ പ്രവൃത്തി ഇന്നും നടക്കുന്നു. the same work of the word of അവൻ God can happen today. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി For those who തന്റെ believe, ആത്മാവിന്റെ ശക്തിയാൽ the power of His അവൻ Spirit, വചനത്തിന്റെ നിവർത്തി the completion of the ഒന്ന് word. ഏറ്റെടുക്കും മകനെ. Can you accept ഒന്ന് it, dear son? മടങ്ങി വാ മകനെ. Can you come back? നീ തന്നെ ശുശ്രൂഷിക്കും മകനെ. Oh, you minister. നിന്നിലൂടെ അനേകം വിടുവിക്കപ്പെടട്ടെ മകനെ. Lord, people will be delivered through you, dear Praise the son. Lord. Hallelujah. ആമേൻ കർത്താവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. The word of Jesus has ആമേൻ power. അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് For those who believe and accept it, അനായാസം it പ്രവർത്തിക്കുവാൻ will work ഇടയായിത്തീരും. easily. നമ്മുടെ Hallelujah. കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കുമോ? Close our eyes. ഒന്ന് സമർപ്പിക്കുവാൻ Can ഇടയായിത്തീരുമോ? you submit in front of കർത്താവേ, His ഇതുപോലൊരു words? വിടുതൽ എനിക്ക് ആവശ്യം. Lord, I need this kind of ഇതുപോലൊരു deliverance. മറുപടി എനിക്ക് This kind ആവശ്യമാണ്. of a reply. നിന്റെ വചനം അയക്കണമേ. Send your word. നിന്റെ വചനം അയച്ചു Send വിടുവിക്കണമേ. your word and deliver us, സ്വർഗ്ഗത്തിൽ Lord. എന്നേക്ക് സ്ഥിരമായ വചനം The word that's in the heavens. സംശയിക്കുവാൻ ഇടയാകരുത്. Not for me to doubt it, Lord. വചനത്തെ തള്ളിക്കളയുവാൻ ഇടയാകരുത്. I should not leave the word aside, Lord. പന്നിയുടെ സ്വഭാവം ഉണ്ടാകുവാൻ Not the ഇടയാകരുത്. nature of a pig, Father. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. സ്വർഗീയ പിതാവേ, സഭയാം കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പുതിയൊരാഴ്ച ദാനമായി നൽകിയതിനായ സ്തോത്രം. ഈ മാസം മുഴുവൻ പരിപാലിച്ചതിനായ സ്തോത്രം. കാഹളം ധരിക്കുവാൻ താമസിക്കുന്നുവെങ്കിൽ പുതിയൊരു മാസം ഞങ്ങൾക്ക് നൽകുവാനായിട്ട് പോകുന്നുണ്ട്. സ്തോത്രം. ഈ അവസ്ഥയിൽ ഇരിക്കുവാൻ ഇടയാകരുത് കർത്താവേ. അവിടുന്ന് പുതുതാക്കി തീർക്കണമേ. അവിടുന്ന് പുതുക്കണമേ. പുതുശക്തി നൽകണമേ. വചനത്തിൽ വിശ്വസിപ്പാൻ കൃപ നൽകണമേ. വചനമാകുന്ന കർത്താവ് ഉണ്ടെന്ന് പറയുകയല്ല, ആ വചനമാകുന്ന കർത്താവിനെ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും തലമുറകൾക്കും ദൂരെയായിരിക്കും തലമുറകൾക്കും അവിടുന്ന് കൃപ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയിലെ എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൂരത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ പഠനത്തിനായി സ്തോത്രം. അവരുടെ ഭാവിക്കായി സ്തോത്രം. അവരുടെ വിഷയങ്ങൾക്കായി സ്തോത്രം. ആമേൻ. അവിടുന്ന് അത്ഭുതത്തെ ചെയ്യണമേ. ആമേൻ. അദൃശ്യകരം കൊണ്ട് അവരെ പിടിക്കണമേ. അവരെ അങ്ങയുടെ മാർവോട് ചേർക്കണമേ. അവരെ ലോകം ജഡപിശാച് ചുംബിക്കാതിരിക്കേണ്ടതിന് യേശുവേ അവിടുന്ന് അവരെ ചുംബിക്കണമേ. അങ്ങയുടെ ആണിപ്പഴുതേറ്റ കരം ഓരോ കുഞ്ഞിന്റെ മേലും വയ്ക്കുന്നതിനായി സ്തോത്രം. അവരെ സമർത്ഥരാക്കി തീർക്കുന്നുണ്ട്. സ്തോത്രം. ജ്ഞാന സംബന്ധമായി ആ മേഖല കൃപ സംബന്ധമായി അവരെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ സഹോദരന്മാർക്കായി സ്തോത്രം. കുടുംബജീവിതത്തിനായി സ്തോത്രം. ബിസിനസിനായി സ്തോത്രം. ജോലി കാര്യങ്ങൾക്കായി സ്തോത്രം. ശുശ്രൂഷകൾക്കായി സ്തോത്രം. മാതാപിതാക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ ദാനം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രതിഫലം കൊടുത്തു മാനിക്കണമേ. ശൂന്യതകൾ മാറട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ. നിന്ദകൾ മാറട്ടെ. നിന്റെ നാമത്തിന്റെ മഹത്വമാകട്ടെ. നിന്റെ രാജ്യത്തിൽ പ്രകാശിക്കുന്ന അമേ ഗോപുരങ്ങളായി മാറട്ടെ പിതാവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ ജനത്തെയും തലമുറകളെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. കർത്താവെ, ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ നിന്റെ മകനും കൃപ കൊടുത്തുകൊണ്ട് സ്തോത്രം. ആമേ. ശക്തിയോടെ ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.